ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് തമ്പനയിൽ കണ്ടതുപോലെ തന്നെയാണ് എക്സാം പേടി മാറാനും പരീക്ഷ പഠിക്കുമ്പോഴുള്ള ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മെമ്മറി പവർ വർദ്ധിക്കാനും അതുപോലെ മികച്ച വിജയം നേടിയെടുക്കാനും സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് ബോർഡുകളാണ്. അപ്പോൾ ഈ സ്വിച്ച് ബോർഡുകൾ ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം. ഓഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അല്ലെ ഓഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോകും. അപ്പോൾ ഇപ്പം തന്നെ ചെയ്തോളൂ. അപ്പം ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ചാനലിൻ്റെ വിജയത്തിന് നിങ്ങൾ ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രാക്ടീസ് അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞു തരാം. എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരാം. ഫസ്റ്റ്, എക്സാം പേടി മാറാൻ, അതായത് പരീക്ഷയെ പേടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പേടി വരുമ്പോൾ ഒക്കെ നിങ്ങൾ ക്യാൻസൽ 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 എന്ന് പറയുക. ക്യാൻസൽ ഒരു സ്വിച്ച് ബോർഡാണ്. മനസ്സിലെ ആ ഒരു പേടി മാറ്റാൻ നമ്മളെ ഒരു പരിധി വരെ അത് മനസ്സിൽ നിന്ന് കുറയ്ക്കാൻ സഹായിക്കും. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ പറയുന്ന സ്വിച്ച് ബോർഡ് നിങ്ങൾ പറയുക. എലം ടുഗെദർ, എലം ടുഗെദർ, എലം ടുഗെദർ. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. കുറേ തവണ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പേടിയുടെ ആ ഒരു തീവ്രത കുറയുന്നത് അറിയാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ പഠിക്കുന്നതിന് അല്ലെങ്കിൽ എന്നും ഞാൻ ഈ പറയുന്ന 3 സ്വിച്ച് ബോർഡും എന്നും ഓരോന്നും 28 ടൈംസ് വെച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പഠിക്കാൻ എപ്പോഴൊക്കെ പഠിക്കാനിരിക്കുന്നു അതിനു മുൻപ് എണ്ണം നോക്കണ്ട, നിങ്ങൾ ചാൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കാനിരിക്കുക. ഓക്കെ. ഇനി എക്സാം പേടി മാറാനുള്ള സ്വിച്ച് ബോർഡാണ് എലം ടുഗെദർ. ഇത് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന എന്തായാലും ടേബിൾ ഒരു ഭിത്തിയെ ചേർത്തിട്ടായിരിക്കും ഇട്ടേക്കുക അല്ലേ. അപ്പോൾ ആ ഭിത്തിയിൽ ബ്ലൂ കളർ സ്കെച്ച് പെൻ കൊണ്ട് നിങ്ങളുടെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് എഴുതി ഒട്ടിച്ചു വയ്ക്കുക. ഓക്കെ. മൂന്ന് സ്വിച്ച് ബോർഡും വേണം. ആദ്യത്തേത് എല്ലാം ടുഗെദർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പഠിക്കുമ്പോൾ ഇത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഈ എക്സാമിന് മാർക്ക്, ഈ സബ്ജക്റ്റിന് മാർക്ക് കുറയോ, അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും നിങ്ങൾക്ക് ഫ്രണ്ട് ആ ബുക്ക് നമ്മൾ തുറക്കുന്ന പേജില്ലേ അവിടെ ഒന്ന് എഴുതി വയ്ക്കാം. ഓക്കെ. എലം ടുഗെദർ എന്ന് എഴുതി വയ്ക്കാം. ഇനി ഇത് വളരെ പവർഫുള്ളാണ്. എഴുതുന്നുണ്ടെങ്കിൽ 28 ടൈംസ് എഴുതുക. ബ്ലൂ കളർ പെൻ കൊണ്ട് എഴുതുക. ഓക്കെ. ഇതിനൊപ്പം തന്നെ പഠനത്തിന് ഒരു കുറവും വരുത്തരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പഠനത്തിന് സമം പഠനം മാത്രം. നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള മനസ്സും അതുപോലുള്ള സാഹചര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും കേട്ടോ. ഇനി കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മെമ്മറി, നിങ്ങളുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് ബോർഡാണ്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് ബോർഡാണ്. കാരണം ഇതൊക്കെ ചാൻറ്റ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ മനസ്സിൻ്റെ ആ മാറ്റം നിങ്ങൾക്കറിയാൻ സാധിക്കും. ഗോൾഡൻ സൺറൈസ് ലേൺ നൗ. ഓക്കെ. ഗോൾഡൻ സൺറൈസ് ലേൺ നൗ. ഗോൾഡൻ സൺറൈസ് ലേൺ നൗ. ഇത് നിങ്ങൾ 28 ടൈംസ് എഴുതുക. അതുപോലെ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപ് കുറേ തവണ പറഞ്ഞിട്ട് പഠിക്കുക. ഇനി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയോ എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അത് ആ പഠിക്കുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ഒരു 3-4 തവണ നല്ലോണം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ട് ആ ടെൻഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗോൾഡൻ സൺറൈസ് ലേൺ നൗ. ഇത് നിങ്ങൾ കുറേ തവണ എണ്ണം ഒന്നും നോക്കണ്ട, നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിന് നല്ലൊരു ആശ്വാസം കിട്ടും. വീണ്ടും ആവർത്തിച്ച് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ആവർത്തിച്ച് വായിച്ചും ആവർത്തിച്ച് എഴുതിയും പഠിക്കാൻ ശ്രമിക്കുക. പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ എല്ലാം കവർ ചെയ്യാൻ പഠിച്ച് തീർക്കാൻ തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ. ഇനി മികച്ച വിജയം, ഉന്നത വിജയം നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുക. ഓക്കെ. അതിനുള്ള സ്വിച്ച് വേർഡ് ഇതാണ്: ടുഗെദർ ഡിവൈൻ ബ്രിങ് മാജിക്. എക്സാമിൻ്റെ പേര് ഇപ്പോൾ SSLC ആണെങ്കിൽ അത് എഴുതുക, +2 ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾ ഏത് എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആണെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാം. ടുഗെദർ ഡിവൈൻ ബ്രിങ് മാജിക്. എക്സാമിൻ്റെ പേര്.
ഓക്കെ, ഒന്നുകൂടെ പറയാം. ടുഗെദർ ഡിവൈൻ ബ്രിങ് മാജിക് എക്സാം നെയിം. അപ്പോൾ ഇത് നിങ്ങൾ 28 ടൈംസ് എഴുതുക. അതുപോലെ ഇത് എക്സാം കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്നത് വരെയും നിങ്ങൾ എഴുതണം കേട്ടോ. മറ്റുള്ളത്, അതായത് ഈ എക്സാം പേടി മാറാനും അല്ലെങ്കിൽ മെമ്മറി, അതൊക്കെ നിങ്ങൾ എക്സാം അവസാനിക്കുമ്പോൾ അത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് അത് നിർത്താം. ബാക്കി റിസൾട്ടിൻ്റെ ഈ ഒരെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടേയിരിക്കുക. ഓരോന്നും മറന്നു പോകേണ്ട. ഡെയിലി നിങ്ങൾ 28 ടൈംസ് എഴുതുക. അതുപോലെ ടൈം എപ്പോഴൊന്നും നോക്കാതെ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ചാൻറ്റ് ചെയ്യുക. ഇത് ടുഗെദർ ഡിവൈൻ ബ്രിങ് മാജിക് എന്ന് പറയുന്നത് എന്നും അത് അത് എഴുതുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ റിസൾട്ട് വരുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയമാണ് കിട്ടിയത്. നിങ്ങൾ തുള്ളിച്ചാടുന്നു, നിങ്ങൾ അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞു എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുക? എന്താണ്, സാഹചര്യവും പരിസരവും ഒന്നും നോക്കാതെ നിങ്ങൾ ആ സന്തോഷം പ്രകടിപ്പിക്കില്ലേ? അത് നിങ്ങളുടെ മനസ്സിൽ വരണം കേട്ടോ. അപ്പോൾ ശരിക്കും നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരും. അതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷ്വലൈസേഷൻ കൊടുത്തിട്ട്, അതുപോലെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി കൊടുക്കുന്നതും ഒക്കെ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. അതിന് ശേഷം മാത്രമേ ടുഗെദർ ഡിവൈൻ ബ്രിങ് മാജിക് എന്ന് പറയുന്ന ആ ഒരു സ്വിച്ച് വേർഡ് എഴുതാൻ തുടങ്ങാവൂ. അതായത് നിങ്ങളുടെ ഫ്രീക്വൻസി ആ വിജയം നേടിയെടുത്ത് കഴിഞ്ഞ ഒരാളായിട്ട് മാറിയിട്ട് എഴുതാം. എക്സാമിൻ്റെ നെയിമാണ് ലാസ്റ്റ് എഴുതേണ്ടത്. ഇനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മമാരാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ആദ്യം ആ ഒരു ഇൻറ്റൻഷൻ, അതായത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളത് ചെയ്യുന്നത്, അത് നിങ്ങളുടെ കുഞ്ഞിന് കിട്ടിക്കഴിഞ്ഞു എന്നൊരു വിശ്വാസത്തോടു കൂടി, ആ ഒരു സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇതിലോരോ സ്വിച്ച് വേർഡുകളും നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക 28 ടൈംസ്. അതുപോലെ കുഞ്ഞ് പഠിക്കാനിരിക്കുന്ന സമയത്തോ പഠിക്കാനിരിക്കുന്നതിന് മുൻപോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് എണ്ണം നോക്കാതെ അത് പറയാം. എൻ്റെ കുഞ്ഞിന് നല്ല ഏകാഗ്രതയും ഓർമ്മശക്തിയൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നു, ആസ്വദിച്ച് പഠിക്കാൻ സാധിക്കുന്നു, എല്ലാ പോർഷനും കൃത്യമായിട്ട് കവർ ചെയ്ത് സമാധാനത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി എക്സാം എഴുതാൻ സാധിക്കുന്നു എന്നൊക്കെ മനസ്സിൽ നിങ്ങളെപ്പോഴും ചിന്തിക്കുക. ഓക്കെ, കുഞ്ഞു പഠിക്കുന്ന സമയത്തൊക്കെ ഗോൾഡൻ സൺറൈസ് ലേൺ നൗ ഒക്കെ പറയുക കേട്ടോ. അതുപോലെ പേടിയുണ്ട് അമ്മ, എനിക്കത് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ നിങ്ങൾ ധൈര്യപ്പെടുത്തുക. ഒന്നുമില്ല, നിനക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, എല്ലാം പഠിച്ചു തീർക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ടുഗെദർ പറയാം, പേടി മാറാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഈ 3 സ്വിച്ച് വേർഡും നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഭിത്തിയിൽ ബ്ലൂ കളർ പെന്നുകൊണ്ട് നിങ്ങൾ ശ്രദ്ധ അതിലോട്ട് പോകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി വയ്ക്കുക. തീർച്ചയായിട്ടും ഒരു അടുക്കും ചിട്ടയോടും കൂടി പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് നിങ്ങളുടെ ആക്ഷൻ, കർമ്മം ചെയ്യേണ്ട ഭാഗം അതാണ്. പ്ലസ് ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മൾ പ്രാർത്ഥിക്കില്ലേ ദൈവത്തോട്, ആ ഒരു പാർട്ടിലൂടെ ഈ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോവുക. എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ട് വളരെ വളരെ സന്തോഷകരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഈശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമില്ലാത്ത ഒരു പേടിയും മനസ്സിൽ വേണ്ട, നിങ്ങൾ വിജയിക്കും, അതും ഉന്നത വിജയം തന്നെ നേടിയെടുക്കും. അമ്മമാരും ടെൻഷനൊന്നും അടിക്കരുത്. ആ ടെൻഷൻ അടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് ക്യാൻസൽ എന്ന് പറയുക. എന്നിട്ട് നിങ്ങളിതിൽ ഗോൾഡൻ സൺറൈസ് ലേൺ നൗ, കുഞ്ഞിന് നന്നായിട്ട് പഠിക്കാൻ എക്സാമിന് മുൻപ് ആദ്യം വേണ്ടത് ആ ഒരു സ്വിച്ച് വേർഡുകളൊക്കെയാണ്. അത് എല്ലാം ടുഗെദർ അതൊക്കെ പറയുക. എക്സാം എഴുതി കഴിയുമ്പോൾ കുഞ്ഞിന് കൂടുതലായിട്ട് ടുഗെദർ ഡിവൈൻ ബ്രിങ് മാജിക് എക്സാമിൻ്റെ പേര്, ആ സ്വിച്ച് വേർഡിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, ധാരാളം വെള്ളം, ആവശ്യത്തിന് വെള്ളം, ധാരാളം ഒരുപാടാകരുത്, എല്ലാം മിതത്വം കാണിക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നല്ല അടുക്കും ചിട്ടയോടുകൂടി പഠിക്കാനും അവർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കാനും ആത്മവിശ്വാസം കൊടുക്കാനും ഒക്കെ അവരുടെ ഒപ്പം ഇരിക്കുക, അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. ഓക്കെ, നമ്മളവിടെ കൂടെ ഉണ്ടായിരിക്കണം, പേടിയൊന്നും വരാതെ, അതൊക്കെ തമാശയുടെ രൂപത്തിൽ കൊണ്ടുപോവുക. തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുങ്ങളും മികച്ച വിജയം നേടിയെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 21 ഡേയ്സ്, ഫെബ്രുവരിയിലെ 21 ഡേയ്സ് ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് ഫെബ്രുവരി 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള ക്ലാസ്സുകളാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള
വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ എല്ലാ തലങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, ബിസിനസ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 21 ഡേയ്സ് ക്ലാസ്സിൻ്റെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.